തിങ്കളാഴ്ചത്തെ ഓഹരി വ്യാപാരത്തിൽ ജയപ്രകാശ് പവർ വെഞ്ചേഴ്സിന്റെ ഓഹരി വില 15% വർദ്ധിച്ച് ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചു. ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഓഹരിയിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നത്. ഈ കുതിച്ചുചാട്ടത്തിനു പിന്നിൽ പ്രധാനമായും ശതകോടീശ്വരൻ ഗൗതം അദാനിയുടെ നേതൃത്വത്തിലുള്ള അദാനി ഗ്രൂപ്പ് കമ്പനിയെ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 12,500 കോടി രൂപയ്ക്ക് അദാനി ഗ്രൂപ്പ് ജയപ്രകാശ് പവർ വെഞ്ചേഴ്സിനെ ഏറ്റെടുത്തേക്കാം. ജയപ്രകാശ് പവറിന് സിമന്റ്, ഊർജ്ജം എന്നീ മേഖലകളിൽ കാര്യമായ സ്വാധീനമുള്ളതുകൊണ്ടാണ് അദാനി ഗ്രൂപ്പിന് ഈ കമ്പനിയിൽ താൽപര്യമുള്ളത് എന്നാണ് വിലയിരുത്തൽ. അദാനി ഗ്രൂപ്പിനെ കൂടാതെ വേദാന്ത, JSPL, സുരക്ഷാ ഗ്രൂപ്പ്, ഡാൽമിയ ഭാരത്, PNC ഇൻഫ്രാടെക് തുടങ്ങിയ പ്രമുഖ കമ്പനികളും JP പവറിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഏകദേശം 25 കമ്പനികൾ ജയപ്രകാശ് പവറിനെ ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ ജയപ്രകാശ് പവർ വെഞ്ചേഴ്സ് പാപ്പരത്ത നടപടികളിലൂടെയാണ് കടന്നുപോകുന്നത്. 2024 ജൂൺ 3 നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ അലഹബാദ് ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് ഈ നടപടികൾ. വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ കമ്പനി വരുത്തിയ വീഴ്ചയാണ് ഈ അവസ്ഥയിലേക്ക് നയിച്ചത്. കമ്പനിക്ക് ഏകദേശം 57,185 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒരു ഏറ്റെടുക്കൽ കമ്പനിക്ക് നിർണായകമാകും. JP പവറിന്റെ സാമ്പത്തിക സ്ഥിതി കമ്പനിയുടെ സാമ്പത്തിക പ്രകടനം സമീപകാലത്ത് അത്ര മികച്ചതായിരുന്നില്ല. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാർച്ചിൽ അവസാനിച്ച പാദത്തിൽ കമ്പനിയുടെ ആദായം 73% കുറഞ്ഞത് 155.67 കോടി രൂപയിലെത്തി. തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷം ഇതേ പാദത്തിൽ ഇത് 588.79 കോടി രൂപയായിരുന്നു. മൊത്തം വരുമാനം 1,863.63 കോടിയിൽ നിന്ന് 1,366.67 കോടിയായും കുറഞ്ഞു. കൂടാതെ 2024-25 സാമ്പത്തിക വർഷത്തിലെ മൊത്തം ആദായം മുൻ വർഷത്തെ 1,021.95 കോടിയിൽ നിന്ന് 813.55 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. വരുമാനത്തിലെയും ലാഭത്തിലെയും ഈ ഇടിവ് കമ്പനി നേരിടുന്ന വെല്ലുവിളികൾ വ്യക്തമാക്കുന്നു. ഓഹരി വിലയുടെ പ്രകടനം കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് നിരക്ക് 18.95 രൂപയായിരുന്നു. തിങ്കളാഴ്ചത്തെ വ്യാപാരത്തിനിടെ ഓഹരി വില 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 23.77 രൂപയിലേക്ക് ഉയർന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ ഓഹരി മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഓഹരി വിലയിൽ 17% നേട്ടമുണ്ടായി. 2 വർഷത്തിനിടെ 248% വർധനവും 5 വർഷത്തിനിടെ അവിശ്വസനീയമായ 907% മുന്നേറ്റവുമാണ് ഓഹരി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജയപ്രകാശ് അസോസിയേറ്റ്സിന് റിയൽ എസ്റ്റേറ്റ്, സിമന്റ്, ഹോസ്പിറ്റാലിറ്റി, എഞ്ചിനീയറിംഗ്, നിർമ്മാണം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സാന്നിധ്യമുണ്ട്.